നാടോടുമ്പോ നടുവിയോടണമെന്ന് കേട്ടില്ലേ? അത്രയും നമ്മുടെ സർക്കാർ ചെയ്തോളൂ. 160 വർഷം പഴക്കമുള്ള നമ്മുടെ ക്രിമിനൽ നിയമങ്ങളെ നമ്മുടെ സർക്കാർ ചെറുതായൊന്ന് ഇല്ലാതാക്കി ജൂലൈ 1, 2024 മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് മാറി ഭാരതീയ ന്യായ സംഹിതയായി, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാറി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായി, ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറി ഭാരതീയ സാക്ഷ്യാധിനിയമായി. പേരുകൾ അപ്പാടെ മാറിയതുപോലെ നമ്മുടെ നിയമങ്ങൾ അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ. നമ്മുടെ പഴയ നിയമങ്ങൾക്ക് ഒരു പുത്തൻ ഉടുപ്പിടിപ്പിച്ചു എന്നേ പറയാൻ പറ്റും. അപ്പോൾ BENS നിന്ന് തുടങ്ങുവാണെങ്കിൽ 511 സെക്ഷൻസ് ഉണ്ടായിരുന്ന IPC ഇപ്പോൾ 358 കുറഞ്ഞിരിക്കുന്നു. BENSന്റെ പുതുമകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഏറ്റവും ആദ്യം സെക്ഷൻ 69 പറയുന്ന വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് വഞ്ചിക്കുന്നതിനെ പറ്റിയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കപ്പെടാൻ പറ്റിയ സാധ്യതയുള്ള ഒരു സെക്ഷൻ ആയിരിക്കും അത്. അടുത്തതായി സെക്ഷൻ 111 സൈബർ കുറ്റങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്ഷൻ 103 ആൾക്കൂട്ട ആക്രമണം ഒരു പുതിയ കുറ്റകൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൊളോണിയൽ കാലത്തേത് എന്ന് വിശേഷിക്കപ്പെടുന്ന IPCയിലെ സെക്ഷൻ 124A എടുത്തുമാറ്റുകയും പുതിയ കുപ്പിയിലെ പഴയ വീൻ എന്ന വണ്ണം BENS സെക്ഷൻ 152 അത് പ്രതീക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് പൊതുസ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും 5000 രൂപയിൽ താഴെ മോഷ്ടിക്കുന്നതിനും എല്ലാം ഇപ്പോൾ ഒരു പുതിയ ശിക്ഷാ രീതിയാണുള്ളത്. അതാണ് കമ്മ്യൂണിറ്റി സർവീസ്. സമൂഹത്തെ സേവിക്കുക എന്തായിരിക്കും ആ ശിക്ഷ എന്ന് പറയുന്നത്. BENSനെ കുറിച്ച് പറയാം. BENSലെ സെക്ഷൻ 173 പ്രകാരം നമുക്കിപ്പോ FIR ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാം. വാട്സ്ആപ്പ് മെസ്സേജ് വഴിയൊക്കെ നമുക്കിപ്പോ FIR ഫയൽ ചെയ്യാം. രണ്ടാമതായി സെക്ഷൻ 43 പറയുന്നത് പോലീസിന് ചില സാഹചര്യങ്ങളിൽ കുറ്റവാളിയെ വിലങ്ങനയിക്കാനുള്ള നിയമപരമായ അധികാരം കൊടുക്കുകയാണ്. CRPCയിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അടുത്തതായി സെക്ഷൻ 185 പ്രകാരം പോലീസ് തിരച്ചിൽ നടത്തുവാണെങ്കിൽ ആ തിരച്ചിൽ പ്രക്രിയ മുഴുവനും മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്തതായി കോടതികൾ വാദം കഴിഞ്ഞ് 30 ദിവസം തൊട്ട് 45 ദിവസത്തിനുള്ളിൽ തന്നെ വിധി പറയണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1ാം ക്ലാസ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയുടെയും 2ാം ക്ലാസ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയുടെയും ശിക്ഷ കൊടുക്കാനുള്ള അധികാരം കൂട്ടിയിട്ടുണ്ട്. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് 10,000 രൂപയിൽ നിന്ന് ഇപ്പോൾ 50,000 രൂപ വരെയുള്ള ശിക്ഷ നൽകാം. അതുപോലെ തന്നെ 2ാം ക്ലാസ് ഡിവിഷൻ കോടതിക്ക് 5,000 രൂപയിൽ നിന്ന് ഇപ്പോൾ 10,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അടുത്തതായി 7 വർഷത്തോളം ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കുറ്റങ്ങളാണെങ്കിൽ അവിടെ എന്തായാലും ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തതായി BSAയിൽ വന്ന മാറ്റങ്ങളാണ്. BSAയിൽ സെക്ഷൻ 2E പ്രകാരവും സെക്ഷൻ 61 പ്രകാരവും ഡോക്യുമെന്ററി എവിഡൻസിൽ ഇപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ 3 ക്രിമിനൽ നിയമങ്ങളും വളരെ പുരോഗമനവും വളരെ പെട്ടെന്ന് നീതി ഉറപ്പാക്കാൻ സാധിക്കുന്നതും ഒന്നാണ്. ഈ സാങ്കേതിക വിദ്യകളുടെ സഹായം ഉപയോഗിച്ച് FIR ഫയൽ ചെയ്യാനും എവിഡൻസ് കളക്ട് ചെയ്യാനും വിചാരണ നടത്താനും സാക്ഷി വിസ്തരിക്കാനും വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇഗ്നോറൻഷ്യൽ ജുറിസ് നോൺ എക്സ്ക്യൂസഡ് എന്നാണ്. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരു ഒഴിവുകഴിവല്ല എന്നാണ്. നന്ദി.